നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് തിരുവോസ്തി. അതായത് യേശുവിൻ്റെ ശരീരം എന്ന് വിശേഷിപ്പിക്കുന്ന അപ്പം. അത് പള്ളികളിൽ നൽകാറുണ്ട്, കുർബാനയ്ക്കിടെ നൽകാറുണ്ട്. വിശ്വാസികൾ വളരെ ഭക്തിയോടെ അത് കഴിക്കാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം തേവര പള്ളിയിൽ വളരെ നാടകീയമായ ചില സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. തേവരയിൽ കുർബാനയ്ക്കിടെ തിരുവോസ്തി മോഷ്ടിക്കാൻ ശ്രമം. പുരോഹിതന്റെ സമയോചിതമായ ഇടപെടലിൽ അത് തിരികെ വാങ്ങി. പിന്നിൽ സാത്താൻ സേവക്കാരെന്നാണ് സംശയം. വൈദികന്റെ ജാഗ്രതയോടെയാണ് ആ ഒരു ശ്രമം, ആ ഒരു തിരുവോസ്തി സാത്താൻ സേവക്കാരുടെ അടുത്തെത്തുക, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടെയാണോ അയാളത് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്, ആ ശ്രമം തടയപ്പെട്ടത് വൈദികന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ്. വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പമാണ് ഓസ്തി. ക്രിസ്ത്യാനികൾ പ്രതീകാത്മകമായി ക്രിസ്തുവിൻ്റെ ശരീരമായി സങ്കല്പിച്ച് ഇത് സ്വീകരിക്കാറുണ്ട്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന വളരെ കനം കുറഞ്ഞ ഒരു അപ്പമാണ്. വീഞ്ഞിൽ മുക്കിയും അല്ലാതെയും ഓസ്തി ഭക്ഷിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ ഏറ്റവും പവിത്രമായി കരുതപ്പെടുന്ന തിരുവോസ്തി അത് സാത്താൻ സേവ പോലുള്ള ആഭിചാര ക്രിയകൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. സാത്താൻ ആരാധനയിൽ ദൈവനിന്ദ ലക്ഷ്യമിട്ട് തിരുവോസ്തി മോഷ്ടിച്ച് ഉപയോഗിക്കാറുണ്ടെന്ന് ചില ഗ്രന്ഥങ്ങളും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന പോലുള്ള ചടങ്ങുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. തിരുവോസ്തിയുടെ വിശുദ്ധിയും സുരക്ഷയും ഉറപ്പാക്കാൻ ക്രൈസ്തവ സഭകൾ കർശന നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. എന്താണ് പള്ളിയിൽ സംഭവിച്ചതെന്ന് നോക്കാം. സാധാരണ കുർബാനയ്ക്കിടെ വൈദികൻ തിരുവോസ്തിയുമായി നിൽക്കും. വിശ്വാസികൾ വൈദികന്റെ അടുക്കലെത്തി ആ തിരുവോസ്തി വാങ്ങി അവിടെ വെച്ച് തന്നെ ഭക്ഷിച്ച് മടങ്ങി പോകലാണ് പതിവ്. ഈ വൈദികൻ തിരുവോസ്തി ആ യുവാവിന് നൽകുന്നു. പക്ഷെ അയാൾ അത് ഭക്ഷിക്കാതെ പിതാവിനെ ഒരു നോട്ടം നോക്കി തിരിച്ചു പോകുന്നു. എന്നിട്ടത് വായിൽ നിന്ന് ആ തിരുവോസ്തി തിരിച്ചെടുക്കുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് വൈദികൻ അയാളെ തിരിച്ചു വിളിച്ച് ആ തിരുവോസ്തി തിരികെ വാങ്ങിയത്. കഴിക്കാനല്ല, അത് ഭക്ഷിക്കാനല്ല അയാൾ വന്നതെങ്കിൽ എന്തിനത് വാങ്ങി എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന് കരുതുകയാണ്. വളരെ വിശുദ്ധിയോടെ കാണുന്ന തിരുവോസ്തി സാത്താൻ സേവകർക്ക് പൈസയ്ക്ക് വിൽക്കുന്നവർ വരെയുണ്ട്. അങ്ങനത്തെ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിലെ സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളും അതിന് ഉദാഹരണമാണ്. കേരളത്തിലെ സമീപ പ്രദേശങ്ങളിൽ തിരുവോസ്തി മോഷണവും സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മുൻകാലങ്ങളിൽ വലിയ ചർച്ചയായതാണ്. സാത്താൻ സേവയ്ക്കായി കൂടുതൽ തിരുവോസ്തി നൽകി പണം കിട്ടാനായി 14-കാരിയെ സൗഹൃദത്തിലൂടെ സൺഡേ സ്കൂൾ അധ്യാപിക പീഡനത്തിനിരയാക്കിയ സംഭവം അരങ്ങേറിയത് നമ്മുടെ നാട്ടിലാണ്. കിഴക്കമ്പലം കോളനിപ്പടി സ്വദേശി അനീഷയാണ് 14-കാരിയെ കാമുകൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് ചതിയിലൂടെ കാഴ്ചവെച്ചത്. മാത്രമല്ല ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പള്ളിയിൽ നിന്നും ഇവർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തിരുവോസ്തി സംഘടിപ്പിച്ച് ഇതുവഴി കൂടുതൽ പണം സാത്താൻ സേവ സംഘത്തിൽ നിന്ന് അനീഷയ്ക്ക് കിട്ടുകയും ചെയ്തു. ഈ തിരുവോസ്തി ഈ 14-കാരിയിൽ നിന്നും ഭീഷണിപ്പെടുത്തി ഇവർ അനീഷ ഒപ്പിക്കുന്നു. ശേഷം സാത്താൻ സേവക്കാർക്ക് നൽകുന്നു. അവരത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് 10,000 രൂപയ്ക്കൊക്കെയാണ് തിരുവോസ്തി. അവിശ്വാസികൾക്ക് തോന്നും വെറും ഒരു അപ്പത്തിന് ഇത്രയും വിലയോ അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമോ എന്ന് ചോദിക്കുക അവിശ്വാസികൾ. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ച് അത് വാഴ്ത്തപ്പെട്ടാൽ, ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ അത് വാഴ്ത്തിയാൽ അത് പിന്നെ യേശുവിൻ്റെ ശരീരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സാത്താൻ സേവകരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വൈദികർ വാഴ്ത്തിയ അപ്പം അത് പിന്നെ യേശുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തെ നിന്ദിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയുമാണ് സാത്താൻ സേവക്കാർ ഇത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. അതിന് എന്ത് വില കൊടുക്കാനും അവർ തയ്യാറാണ്. 5 ലക്ഷം രൂപയ്ക്ക് വരെ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് വില കൊടുത്ത് അത് വാങ്ങാൻ സാത്താൻ സേവക്കാർ തയ്യാറാകുന്നു എന്നതടക്കമുള്ള വിവരങ്ങളുമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില കുറിപ്പുകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. സാത്താൻ സേവ അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് ക്രിസ്തീയ മതപ്രകാരം അല്ലെങ്കിൽ അവയുടെ കൂതാശകളെ മാനിക്കാതെ സാത്താനെ ആരാധിക്കുന്ന ഒരു കൂട്ടരെയാണ്. ഇങ്ങനെയുള്ള സാത്താൻ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. ഗോതമ്പ് പൊടിയും വെള്ളവും കൊണ്ട് മാത്രമാണ് ചെറിയ അപ്പം അച്ചു വെച്ചുണ്ടാക്കുന്നത്. കിലോ കണക്കിന് കടകളിൽ നിന്ന് വാങ്ങാൻ സാധിക്കും. ആര് ചെന്നാലും വാങ്ങാൻ സാധിക്കില്ല. പള്ളിയുടെ വകയിലെ വികാരി അച്ഛൻ്റെയോ ഉത്തരവാദപ്പെട്ടവരുടെയോ കത്തോ ഫോണോ ഉണ്ടാകണം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിലത് കിട്ടിയാൽ നിങ്ങൾ കഴിച്ചാലും അത് സാധാരണ ഒരു ഗോതമ്പ് അപ്പം മാത്രമാണ്. ക്രിസ്തീയ വിശ്വാസപ്രകാരം വൈദികൻ കുർബാന എന്ന കൂതാശയ്ക്കിടയിൽ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥനയിൽ യേശു മരിക്കുന്നതിന് മുൻപ് അവസാന അത്താഴത്തിൽ പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തത്തിൻ്റെ പാനപാത്രമാണ്. ഈ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും വഴി
ക്രിസ്തീയ വിശ്വാസപ്രകാരം അപ്പത്തിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ ശരീരമായും വീഞ്ഞിൻ്റെ സ്വഭാവം ക്രിസ്തുവിൻ്റെ രക്തമായും മാറുന്നു. ഈ വിശുദ്ധ ഓസ്തി വൈനിൽ മുക്കി അച്ഛനിൽ നിന്ന് സ്വീകരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വൈദികനിൽ നിന്ന് സ്വീകരിക്കുന്നതിലൂടെ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയുടെ മുൻപ് വരെയുള്ള സാധാരണ അപ്പം ആ പ്രാർത്ഥന കഴിയുമ്പോൾ വിശുദ്ധ ഓസ്തി അഥവാ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിശ്വസിക്കുന്നതും ക്രിസ്തീയർ അത് പഠിപ്പിക്കുന്നത്. സാത്താൻ സേവ അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് പോലുള്ള കൂട്ടർക്ക് വിശുദ്ധ ഓസ്തി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് അവർ ക്രിസ്തീയ സഭയെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യും. മാത്രമല്ല പൊതുസ്ഥലം ആവണമെന്നില്ല അത് ചെയ്യുന്നത്, ആരും അറിയാതെയും അവർ അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ ഓസ്തി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ കൊടുത്താൽ 5000 മുതൽ 2 ലക്ഷം രൂപ വരെ ഒരു അപ്പത്തിന് പ്രതിഫലമായി നൽകുന്ന ഗ്രൂപ്പുകളുമുണ്ട്. അത് ഈ ഒരു വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഭവം, അനീഷ ചെയ്ത സംഭവം. അനീഷയോട് ആ സംഘം പറഞ്ഞത് കൂടുതൽ തിരുവോസ്തി കൊണ്ടുവന്നാൽ കൂടുതൽ പണം നൽകാമെന്നാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു സംഭവമാണത്. ക്രിസ്ത്യൻ പള്ളിയിൽ ആർക്ക് വേണേലും പ്രവേശിക്കാം, പക്ഷേ വൈദികൻ നൽകുന്ന വിശുദ്ധ ഓസ്തി ക്രിസ്ത്യാനി മാത്രമല്ല ദിവ്യകാരുണ്യ കൂദാശ കഴിഞ്ഞവർക്ക് മാത്രമേ സ്വീകരിക്കാൻ അർഹതയുള്ളൂ. എന്നാൽ ഒരാൾ സ്വയം പോയി ഓസ്തി നൽകുന്ന സമയത്ത് പോയി സ്വീകരിച്ചാൽ ആരും ചോദിച്ചു വരുമെന്നുമില്ല. എന്നാൽ ഒരാൾ പോയി ഓസ്തി നൽകുന്ന സമയത്ത് പോയി സ്വീകരിച്ചാൽ ആരും ചോദിക്കാനും വരില്ല. വിശുദ്ധ ഓസ്തി എന്നാൽ വാഴ്ത്തപ്പെട്ട അപ്പം അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അവരുടെ പരിപാടി നടക്കുള്ളൂ. അതായത് സാത്താൻ സേവക്കാരുടെ കയ്യിൽ. അവർ വാഴ്ത്തപ്പെടാത്ത ഒരു സാധാരണ അപ്പം ഒരാൾ കൊണ്ടുകൊടുത്താൽ അവർക്ക് മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാകും. അവർ അത് പറയുകയും ചെയ്യും, ഇതിൽ യേശുവില്ല, വാഴ്ത്തപ്പെടാത്ത അപ്പമാണിതെന്ന്. എങ്ങനെയാണെന്ന് ആർക്കും അറിയാൻ വഴിയില്ല. പള്ളിയിൽ അച്ഛന് പോലും മനസ്സിലാവില്ല വാഴ്ത്തിയ അപ്പം ഏതാണെന്നും വാഴ്ത്തപ്പെടാത്തത് ഏതാണെന്നും. വീഡിയോയിൽ കാണുന്ന പോലെ ഓസ്തി സ്വീകരിച്ച ആൾ അച്ഛൻ്റെ മുന്നിൽ നിന്ന് വായിലേക്ക് സ്വീകരിച്ച് തിരിച്ച് കയ്യിലേക്ക് എടുക്കുന്നത് അച്ഛൻ കണ്ടു. ഒരു പക്ഷേ ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ സാത്താൻ സേവ പോലുള്ളവർക്ക് എത്തിച്ചു നൽകാനാകണം ഈ യുവാവ് ഇത്തരത്തിൽ തേവര പള്ളിയിൽ ചെയ്തത്. അച്ഛൻ അത് കണ്ടതുകൊണ്ട് ഉടനടി ഇടപെടുകയും അത് തിരിച്ചു വാങ്ങുകയും ചെയ്തു. എന്തായാലും അയാളുടെ ദുരുദ്ദേശം അവിടെ തടയപ്പെടുകയാണ് ഉണ്ടായത്. സാത്താൻ സേവക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കുമോ അയാൾ അങ്ങനെ ചെയ്തത്, അത് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് അടക്കമുള്ള ചോദ്യം ഒരു വശത്ത് ശക്തമാവുകയാണ്. എന്തായാലും കഴിക്കാനല്ലെങ്കിൽ അത് വാങ്ങിച്ച് ആ ഒരു സ്പോട്ടിൽ തന്നെ ഭക്ഷിക്കാതെ തിരിച്ചു വായിൽ നിന്ന് എടുത്തത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും വൈദികന്റെ ഇടപെടൽ അതുകൊണ്ട് ഒരു വിശുദ്ധ അപ്പം അത് നഷ്ടമാകാതെ തിരിച്ചെടുക്കാൻ സാധിച്ചു. ഒരുപാട് ദുരൂഹതകൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികൾക്കൊക്കെ പരിചിതമാണ്. പല പല കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഈ പല സംഭവങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മിൽ പലർക്കും അത് അറിഞ്ഞൂടാത്ത സാഹചര്യമാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സിനിമകളിലൂടെയും മറ്റുമുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ അറിയാത്ത പലതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ. പള്ളികളിൽ നിന്ന് തിരുവോസ്തി മോഷണം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ സാത്താൻ ആരാധനയ്ക്കായി ചിലർ ഇത് കടത്തിക്കൊണ്ടു പോകുന്നതായുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു. പലതരത്തിൽ ഓസ്തി കടത്തിക്കൊണ്ടുപോയി സാത്താൻ ആരാധനക്കാർക്ക് നൽകുമ്പോൾ വൻ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചില ധ്യാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാജ കൊന്തകൾ വിറ്റഴിക്കാൻ ശ്രമിച്ച വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. സാത്താന്റെ പ്രതീകമായ തല കീഴാക്കിയ കുരിശും പെൻറ്റഗ്രാമുമാണ് ആ കൊന്തകൾ ഉണ്ടായിരുന്നത്. വില കൂടിയ കാറുകൾ നിരന്നു കിടന്നാൽ അടുത്തെവിടെയോ സാത്താൻ ആരാധന നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും നാട്ടുകാർ നിരീക്ഷിക്കുകയും ചെയ്യുമായിരുന്നു പണ്ട്. 90കളുടെ അവസാനം കൊച്ചിയിലും പരിസരത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന സാത്താൻ ആരാധന ഇപ്പോൾ കേരളം മുഴുവൻ എത്തി എന്നതാണ് നടക്കുന്ന വിവരം. മുൻപ് പ്രത്യേകതരം ടാറ്റു പതിച്ച യുവാക്കൾ ഇതിന്റെ ഏജന്റുമാരായിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരക്കാരെ യാതൊരു തരത്തിലും തിരിച്ചറിയാനാകില്ല. അത്രമാത്രം രഹസ്യമായാണ് ഇവരുടെ നീക്കങ്ങൾ. അർദ്ധരാത്രിയോടെയാണ് സാത്താൻ ആരാധന തുടങ്ങുന്നത്. ആരാധന നടക്കുന്ന മുറിയുടെ ചുവരിൽ സാത്താന്റെ ചിത്രം പതിക്കുകയോ ചിത്രം വരച്ച കറുത്ത തുണി വലിച്ചു കെട്ടുകയോ ചെയ്യും. കറുത്ത തുണി കൊണ്ട് മൂടിയ വലിയ മേശയായിരിക്കും അൾത്താര. കാറിന്റെ ഡിക്കിയിൽ മടക്കി വയ്ക്കാവുന്ന തരം കറുത്ത മേശകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. സാത്താൻ ബൈബിളാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിലെ വാചകങ്ങൾ ഉച്ചത്തിൽ വായിക്കും. 9 നരകങ്ങളുടെ അധിപന്മാരെ പേര് ചൊല്ലി വണങ്ങും. പുരുഷലിംഗത്തെ സൂചിപ്പിക്കുന്ന ഉപകരണവും വടക്കുനോക്കി യന്ത്രവും കൈമണിയും മുഖ്യ ആരാധന നടത്തുന്ന ആളുടെ കയ്യിലുണ്ടാകും. തെക്ക് ദിക്കിലെ നരകത്തിന്റെ അധിപനാണ് സാത്താൻ. കൃത്യമായി തെക്ക് ദിക്ക് അറിയുന്നതിന് വേണ്ടിയാണ് വടക്കുനോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്. പ്രാർത്ഥനയ്ക്കിടെ കൈമണി കൊണ്ട് ശബ്ദമുണ്ടാക്കും. കറുത്തതോ കട്ട പിടിച്ച രക്തത്തിന്റെ നിറമുള്ളതോ ആയ വസ്ത്രം ധരിച്ചവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. തലയോട്ടിയിൽ നിറച്ച മൂത്രമോ രക്തമോ ഉപയോഗിച്ചാണ് ആരാധന. മനുഷ്യക്കൊഴുപ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മെഴുകുതിരി കത്തിക്കുക, ചുട്ടെടുത്ത മനുഷ്യമാംസം ഉപയോഗിക്കുക എന്നിവയും പതിവാണ്. വിശുദ്ധ കുർബാനയെ വികലമായി അനുകരിച്ച് നടത്തുന്ന സാത്താൻ ആരാധന. എന്തായാലും ഇത്തരക്കാരെ തടയിടുക എന്നത് വളരെ സമൂഹത്തിന് വലിയൊരു ആവശ്യമാണ്. സാമൂഹ്യ വിപത്താണ് സാത്താൻ സേവ എന്ന് പറയുന്നത്. അതായത് സാത്താൻ സേവ അത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. സാത്താൻ അധർമ്മത്തിന്റെ തിന്മയുടെ പ്രതീകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.